ഹായ് സ്റ്റുഡൻസ്, കേട്ടറ്റ് എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു ടോപ്പിക്ക് അതായത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇതൊന്നും അധികവും ക്വസ്റ്റ്യൻസ് വന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്രോമസോമൽ ഡിസോർഡേഴ്സ്, അതായത് ഡൗൺ സിൻഡ്രം, ക്ലിൻഫർട്ടർ സിൻഡ്രം, ടേർണർ സിൻഡ്രം, ഇത് മൂന്നിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്? അപ്പം അതിനു മുമ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയാം ഹ്യൂമൻസ് ഹാവ് 23 പെയർസ് ഓഫ് ക്രോമസോം, ഇല്ലേ? ഹ്യൂമൻസ് ഹാവ് 23 പെയർസ് ഓഫ് ക്രോമസോം. ഈ 23 പെയർസിൽ 22 ഓട്ടോസോംസും 1 പെയർ ഓഫ് സെക്സ് ക്രോമസോമാണ്. 23 പെയർസിൽ 22 pairs are called autosomes and 1 pair of sex chromosome, that is X and Y. ഓക്കെ, അപ്പം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പം 23 പെയർ ഓഫ് ക്രോമസോം ആർ നോൺ ആസ് സെക്സ് ക്രോമസോം. ദ 23rd പെയർ ഓഫ് ക്രോമസോം മനസ്സിലാക്കണം. 23rd പെയർ ഓഫ് ക്രോമസോം ഈസ് നോൺ ആസ് ദ സെക്സ് ക്രോമസോം. അതുപോലെ തന്നെ ഫീമെയിൽ ഹാവ് 2X ക്രോമസോം വൈൽ മെയിൽ ഹാവ് 1X ആൻഡ് 1Y ക്രോമസോം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ഫീമെയിൽസിന് 2X ക്രോമസോമും മെയിൽസിന് 1Xും 1Y ക്രോമസോമും ഉണ്ട്. അങ്ങനെ ആകുമ്പം മൊത്തത്തിൽ 46 ക്രോമസോം ആണ്. അപ്പോൾ ഈ 46 ക്രോമസോം ഇൻ ദർ പെയർ ഈസ് കോൾഡ് ദ കാരിയോ ടൈപ്പ്. എന്താ പറയുക? കാരിയോ ടൈപ്പ് എന്ന് പറയും. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എ നോർമൽ ഫീമെയിൽ കാരിയോടൈപ്പ് ഈസ് റിട്ടൺ 46XX എന്ന് എഴുതാം. അതുപോലെ തന്നെ നോർമൽ മെയിൽ കാരിയോടൈപ്പ് ഈസ് റിട്ടൺ 46XY എന്നും എഴുതാം. അപ്പം മെയിൽ കാരിയോടൈപ്പ് എന്താണ്? 46XY. ഫീമെയിൽ കാരിയോടൈപ്പ് ആണെങ്കിലോ 46XX എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ഡൗൺ സിൻഡ്രോം? ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 21st ക്രോമസോം. അതായത് ഇവിടെ 21st ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ആഡ് ആയിട്ടുണ്ട് അല്ലേ. അതാണ് ഈ ട്രൈസോമി 21 എന്ന് പറയുന്നത്. എന്താ പറയുക? ട്രൈസോമി 21, ഡൗൺ സിൻഡ്രോം ഓർ ട്രൈസോമി 21. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ additional copy of chromosome, that is 21. Additional copy of chromosome number 21. ഇതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ നിങ്ങളോട് ട്രൈസോമി 21 ഈസ് ഡ്യൂ ടു ഡൗൺ സിൻഡ്രോം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് സിംറ്റംസ് തന്നിട്ട് നിങ്ങളോട് ഏത് ക്രോമസോമൽ ഡിസോർഡർ ആണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ദ എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് ഷോർട്ട് വിത്ത് സ്മോൾ റൗണ്ട് ഹെഡ്. ഓക്കെ, ഷോർട്ടായിരിക്കും, അതുപോലെ തന്നെ സ്മോൾ റൗണ്ട് ഹെഡ് ആയിരിക്കും. പിന്നെന്താണ് ഇതിൻ്റെ ക്യാരക്ടർ? ഫറോഡ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്. ഫറോഡ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്. പിന്നെയോ പാമീസ് ബോർഡ്. ഓക്കെ, പാമീസ് ബോർഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് റിട്ടാർഡഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21. ഇതിൽ കാണാൻ പറ്റും 21th ക്രോമസോമിൽ അഡീഷണൽ ആയിട്ടൊരു കോപ്പി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രൈസോമി 21 എന്ന് പറയാൻ കാരണം. ഓക്കെ, ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് ഷോർട്ട് വിത്ത് സ്മോൾ റൗണ്ട് ഹെഡ്. പിന്നെ ഫറൗഡ് ടങ്. ഓക്കെ, ഫറൗഡ് ടങ്, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്. അതുപോലെ തന്നെ പാം ഈസ് ബ്രോഡ്. പിന്നെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സൈക്കോമോട്ടർ ഡെവലപ്മെൻറ്റ് ഈസ് റിട്ടാർഡഡ്. അതാണ് ഡൗൺസ് സിൻഡ്രോം. അടുത്തതായിട്ട് പറയാനുള്ളത് ക്ലിൻഫർട്ടർ സിൻഡ്രോം ആണ്. എന്താണ് ക്ലിൻഫർട്ടർ സിൻഡ്രോം? ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും
സാധാരണ XY ക്രോമസോമാണ് സെക്സ് ക്രോമസോം. അതിൽ ഒരു എക്സ് ക്രോമസോം അധികം വന്നിട്ടുണ്ട് അല്ലേ? ഇതാണ്ട XY ആണ്. അപ്പം ഇതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ എക്സ് ക്രോമസോം റിസൾട്ടിങ് ഇൻ ദ കാരിയോടൈപ്പ്. അപ്പോൾ കാരിയോടൈപ്പ് എന്തായി മാറി? ഞാൻ കാരിയോടൈപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാരിയോടൈപ്പ് എന്തായി മാറി? 47XXY ആയിട്ട് മാറി. അപ്പോൾ 47XXY ആണെങ്കിൽ അതെന്തായിരിക്കും? അത് ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രോം ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഡീഷണൽ കോപ്പി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാരിയോടൈപ്പ് എന്തായി മാറി? 47XXY ആയിട്ട് മാറി. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രോം. അപ്പം ഇവിടെ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റെറൈലായിരിക്കും. പിന്നെയോ ഇവിടെ എക്സ് ക്രോമസോമിൻ്റെ അഡീഷണൽ കോപ്പി വന്നതുകൊണ്ട് ഫെമിനൈൻ ഡെവലപ്മെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ്. ഓക്കെ, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഇങ്ങനത്തെ ഫീമെയിൽ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇൻഡിവിജ്വൽ എന്താണ്? സ്റ്റെറൈലാണ്. ഓക്കെ, ഇനി അടുത്തത് ടർണർ സിൻഡ്രോം. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ് ക്രോമസോം ഇവിടെ ലാക്കിംഗ് ആണ്, ഇവിടെ ഇല്ല. അപ്പോൾ മെയിൻലി ഇറ്റ് ഈസ് എഫക്റ്റഡ് ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഫീമെയിൽസ് ആർ സ്റ്റെറൈൽ. ഇവിടെ എന്താണ്? ഫീമെയിൽസ് ആർ സ്റ്റെറൈൽ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ് ക്രോമസോം. അപ്പോൾ കാരിയോടൈപ്പ് എന്താ? 45+X0 എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ ഫീമെയിൽസ്. ഓക്കെ, അപ്പോൾ ഫീമെയിൽസ് ആർ സ്റ്റെറൈൽ. ഇപ്പോൾ ഇവിടെ ഓവറീസ് ഒക്കെ എന്താണ്? റൂഡിമെൻ്ററി ഓവറീസ് ആയിരിക്കും. ബിക്കോസ് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂഡിമെൻ്ററി ഓവറീസ്. പിന്നെ എന്താ? ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതൊക്കെയാണ് ടർണർ സിൻഡ്രോത്തിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് മാറിപ്പോകാൻ പാടില്ല. ഡൗൺ സിൻഡ്രം, ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രം, ടർണർ സിൻഡ്രം. ഓക്കെ, ഡൗൺ സിൻഡ്രം, ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രം, ടർണർ സിൻഡ്രം. ഡൗൺ സിൻഡ്രം ആണ് ട്രൈസോമി 21. ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രം ആണെങ്കിലോ 47XXY. അതുപോലെ തന്നെ ടർണർ സിൻഡ്രം ആണെങ്കിലോ 45+X0. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയറായി വിചാരിക്കുന്നു. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടോ? അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അതായത് ദ പേഴ്സൺ വിത്ത് ടർണർ സിൻഡ്രം ഹാസ്, നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും 44 ഓട്ടോസോംസ് പ്ലസ് XXY സെക്സ് ക്രോമസോം, 44 ഓട്ടോസോംസ് പ്ലസ് X0 സെക്സ് ക്രോമസോം, 44 ഓട്ടോസോംസ് പ്ലസ് XYY സെക്സ് ക്രോമസോം, 44 ഓട്ടോസോംസ് ആൻഡ് XXY. ഇപ്പോൾ ആ ഒരു തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെയാണ് ദ പേഴ്സൺ വിത്ത് ടർണർ സിൻഡ്രം ഹാസ് 44 ഓട്ടോസോംസ് ആൻഡ് X0 സെക്സ് ക്രോമസോം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ സട്ടൺ ആൻഡ് ബോവറി. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ സട്ടൺ ആൻഡ് ബോവറി. ക്രോമസോമൽ തിയറി ഓഫ് ഹെറിഡിറ്റി ആണെങ്കിൽ ആരാണ്? തോമസ് ഹണ്ട് മോർഗൻ ആണ്. അപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് was proposed by Sutton and Boveri. ഓക്കെ, അടുത്തത് അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. എ മാൻ വിത്ത് എൻലാർജ്ഡ് ബ്രസ്റ്റ്, സ്പൈസ് ബോഡി ഹെയർ ആൻഡ് XXY ജീനോടൈപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് ഐഡൻറ്റിഫൈ ദ സിൻഡ്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? XXY ആണ്. അപ്പം തന്നെ ഓർമ്മിക്കണം, ദാറ്റ് ഈസ് ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രം ആണെന്ന് ഓർമ്മിക്കണം. എ മാൻ വിത്ത് എൻലാർജ്ഡ് ബ്രസ്റ്റ്, സ്പേസ് ബോഡി ഹെയർ ആൻഡ് XXY ജീനോടൈപ്പ്. ഐഡൻറ്റിഫൈ ദ സിൻഡ്രം മീൻസ് ഇറ്റ് ഈസ് ക്ലിൻഫെട്ടേഴ്സ് സിൻഡ്രം. ഓക്കെ, ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അതായത് ദ ജെനറ്റിക് ഡിസീസ് കോസ്ഡ് ബൈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇത് കേട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
എങ്ങനെയാണ്? ആൽബിനിസം, കളർ ബ്ലൈൻഡ്നെസ്, ഡൗൺ സിൻഡ്രോം എന്നെല്ലാം നമുക്കറിയാം. ദാറ്റ് ഈസ് മസ്കുലർ ഡിസ്ട്രോഫി. അതാണ് ജനറ്റിക് ഡിസീസ് കോസ്ഡ് ബൈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഈസ് മസ്കുലർ ഡിസ്ട്രോഫി. അപ്പോൾ ഇവിടെ എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഐദർ ക്രോമസോമിൻ്റെ ഡിലീഷനോ അല്ലെങ്കിൽ അഡീഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ റീഡിംഗ് ഫ്രെയിമിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതാണ് ഫ്രെയിം ഷിഫ്റ്റ്, ഷിഫ്റ്റിംഗ് ഓഫ് ദ ഫ്രെയിം. അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ ഇപ്പം AUG എന്ന് പറയുന്നത് ഇറ്റ് കോഡ് ഫോർ മെത്തിയോണിൻ, AAG എന്ന് പറയുന്നത് ലൈസിന്ന് കോഡ് ചെയ്തു, ഇങ്ങനെ പോവാണ്. UU ഫിനൈൽ അലനൈൻ, ഗ്ലൈസിൻ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റീഡിംഗ് ഫ്രെയിം കണ്ടിന്യൂ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ്, അതായത് ഇപ്പം യുറാസെൽ ആണെങ്കിൽ ഇവിടെ യുറാസെൽ ഡിലീറ്റ് ആയി പോകുന്ന വിചാരിച്ചോ. അപ്പോൾ എന്താകും? ഇവിടെ റീഡിംഗ് ഫ്രെയിമിൽ നമുക്ക് ചെറിയ മാറ്റം വന്നു. അപ്പോൾ ഇവിടെ എന്ത് നടന്നു? ഓൾറെഡി ഇത് UU എന്ന് റീഡ് ചെയ്യുന്നത് ഇപ്പോൾ എന്തായിട്ട് മാറി? UU ഇവിടെ റീഡിംഗ് ഫ്രെയിമിൽ ഇവിടെ ഇങ്ങനെ സീക്വൻസ് റീഡ് ചെയ്യുന്നത് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ UUG ആണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് കോഡ്സ് ഫോർ ലൂസിൻ. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഫ്രെയിമിൽ ഉണ്ടാകുന്ന റീഡിംഗ് ഫ്രെയിമിൽ ചെറിയ ഐദർ അഡീഷൻ ഓർ ഡിലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ റീഡിംഗ് ഫ്രെയിമിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റിൽ UAG കോഡോൺ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് സ്റ്റോപ്സ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനറ്റിക് ഡിസീസാണ് ഇത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ജനറ്റിക് ഡിസീസ് കോസ്ഡ് ബൈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഈസ് മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, അടുത്തത് ഫിനൈൽ കീറ്റോന്യൂറിയ. ഇതെന്ന് ദിസ് ഇസ് മെൻ്റലീൻ ഇൻഹെറിറ്റൻസ് ആണല്ലേ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് ദ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്. ഫിനൈൽ കീറ്റോന്യൂറിയ ഈസ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ ദ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്. അടുത്തത് ഇൻ പ്ലാന്റ്സ് ദ സൈറ്റ് ഓഫ് ഫോട്ടോപീരിയോഡിക് റെസ്പോൺസ് ഈസ് ബഡ്, ഫ്ലവർ, ലീഫ്. എവിടെയാണ് ദ സൈറ്റ് ഓഫ് ഫോട്ടോപീരിയോഡിക് റെസ്പോൺസ്? എവിടെയാണ്? ലീഫിലാണ്. Photoperiodism, flowering and other development processes are regulated in response to photoperiod or day length. അതാണ് photoperiodism എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റ് ആണ് ഇൻ പ്ലാന്റ്സ് ദ സൈറ്റ് ഓഫ് ഫോട്ടോപീരിയോഡിക് റെസ്പോൺസ് ഈസ് ലീഫ്സ്. ഓക്കെ, അടുത്തത് ട്യൂമേഴ്സ് അറൈസിങ് ഫ്രം സെൽസ് ഇൻ കണക്റ്റീവ് ടിഷ്യൂ, ബോൺ ഓർ മസിൽ. അതിനെന്താ പറയുക? സാർക്കോമ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കാർസിനോമ എന്താണ്? കാർസിനോമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ക്യാൻസർ ദറ്റ് ഈസ് അഫക്റ്റിംഗ് ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഓഫ് സ്കിൻ. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഓഫ് സ്കിൻ ഓർ ഇൻ ദ ടിഷ്യൂസ് ദാറ്റ് ലൈൻസ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ലിവർ ഓർ കിഡ്നീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിംഫോമ എന്താണ്? ഇറ്റ് ഈസ് എ ക്യാൻസർ ദാറ്റ് ബിഗാൻസ് ഇൻ ഇൻഫെക്ഷൻ ഫൈറ്റിംഗ് സെൽസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത്. അതായത് ലിംഫ് നോഡ്സ്, സ്പ്ലീൻ, തൈമസ്, ബോൺ മാരോ, ഇങ്ങനെയൊക്കെ ഇവിടെയാണ് ക്യാൻസർ ബാധിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ലിംഫോമ എന്ന് പറയും. അടുത്തത് മൾട്ടിപ്പിൾ മൈലോമ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ ദാറ്റ് എഫക്ട്സ് പ്ലാസ്മ സെൽസ്. ഓക്കെ, പ്ലാസ്മ സെൽസിനെ എഫക്ട് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ മൈലോമ. ദെൻ നെക്സ്റ്റ് ഹ്യൂമൻ വൈ ക്രോമസോം ഈസ് ടീലോസെൻട്രിക്, മെറ്റാസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്, എക്രോസെൻട്രിക്. ഏതായിരിക്കും? ഹ്യൂമൻ വൈ ക്രോമസോം ഈസ് എക്രോസെൻട്രിക് ആണ്. അപ്പം ഇതാണ് മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. മെറ്റാസെൻട്രിക് നടുക്ക് സെൻട്രോമിയർ, സബ്മെറ്റാസെൻട്രിക് ആണെങ്കിൽ കുറച്ച് മുകളിലോട്ടായിട്ട്. എക്രോസെൻട്രിക് ഇതാണ് എക്രോസെൻട്രിക് എന്ന് പറയുന്നത്. ടീലോസെൻട്രിക് ആകുമ്പോൾ ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. അത് പെരിപ്പാറ്റസ് ആണ്. ഈ ലിമ്യൂൾസ് എന്താണ്? ഹോർ ഷൂ ക്രാബ് എന്ന് പറയും. ഇറ്റ് ഈസ് എ ലിവിങ് ഫോസിൽ. ഓക്കെ, ഇറ്റ് ഈസ് എ ലിവിങ് ഫോസിൽ. ദെൻ അടുത്തത് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഈസ്. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കഗോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോ ഗ്ലൈസീമിക് ഹോർമോൺ എന്താണ്? ഇറ്റ് ഈസ് ഇൻസുലിൻ. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ഈസ് ഇൻസുലിൻ. വാസോപ്രസിൻ നമുക്കറിയാം ADH ഓർ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ ആണ്. തൈമോസിനോ ഇറ്റ് ഈസ് സെക്രീസ് ദാറ്റ് തൈമസ് പ്രൊഡ്യൂസസ് ആൻഡ് സെക്രീസ് തൈമോസിൻ ആൻഡ് ദിസ് ഈസ് എ ഹോർമോൺ നെസസറി ഫോർ T cell ഡെവലപ്മെൻറ്റ്. ഓക്കെ, T cell ഡെവലപ്മെൻറ്റ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഓർമ്മിച്ച് വെക്കണം. അതായത് പാൻക്രിയാറ്റിക് ഗ്ലൂക്കഗോൺ ഈസ്, അതായത് ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആൽഫ